ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ആളുകൾക്ക് കാര്യമായി യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ എടുത്തുള്ളത്. എങ്ങനെ നമുക്ക് ഓവർ തിങ്കിങ് സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളൊരു സാധനമാണ്. ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നത്, ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു ചിരി വരുന്നുണ്ട്. കാരണം ഞാനൊരു ഓവർ തിങ്കറാണ്. സ്ട്രെസ്സ് വന്നിട്ട് ചില സമയത്ത് സഹിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു അവസ്ഥയായിരിക്കും. സംഗതി ശരിയാണ്, നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും. സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കും, ശാരീരികമായ അസ്വസ്ഥതകളുണ്ടായിരിക്കും, വൈകാരികമായ പ്രശ്നങ്ങളുണ്ടാകും, ചിലപ്പോൾ തേപ്പ് കിട്ടിയ റിലേഷൻഷിപ്പിൽ കമ്മ്യൂണിക്കേഷൻ വേണ്ട രീതിയിൽ വരാത്ത അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കുറേ വിഷയങ്ങളുണ്ടായിരിക്കും. ഇതൊക്കെ നമ്മൾ വല്ലാണ്ട് ബാധിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ചില സമയത്ത് നമ്മുടേതായ വേറെ കുറേ ഇപ്പോൾ ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള കുറേ ബാഡ് എക്സ്പീരിയൻസ് കൊണ്ടോ അല്ലെങ്കിൽ ട്രോമയോ ഇത് പലപ്പോഴും അൺഹീൽഡായിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരിക്കും. നമ്മളതൊന്നും മോചിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ ഓവർ തിങ്കിങ്ങിനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഞാൻ മുഴുവനായിട്ട് ഓവർ തിങ്കിങ്ങിനെ ഇല്ലാണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉപദേശിച്ച് തന്നാക്കുന്ന ആരും വിചാരിക്കരുത്. പക്ഷേ എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ യോഗ്യത ഉണ്ടോ എന്ന്, കാരണം ഐ എം എൻ ഓവർ തിങ്കർ. ഞാൻ ചില സമയത്ത് ഓവർ തിങ്കിങ്ങിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ടുണ്ട്, ചില സമയത്ത് ഓവർ തിങ്കിങ് എന്നെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനെ മുഴുകും, ഓവർ തിങ്കിങ് എന്നെ മുഴുകലുണ്ട്. അപ്പോൾ ഈ ഒരു കളി നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വായിച്ചതിനുള്ള കുറച്ച് ടെക്നിക്സ്, ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് ടെക്നിക്സ്, ഇതെങ്ങനെയാണ് പാളിപ്പോയിട്ടുള്ളത്, എങ്ങനെയാണ് അടിപൊളിയായിട്ടുള്ളത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പങ്കുവെക്കുന്നത്. ഓക്കെ ഗൈസ്, നോക്കട്ടോ. ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് പലപ്പോഴും എന്താ വെച്ചാൽ അതിജീവിക്കാൻ ഭയങ്കര പ്രശ്നമുള്ളൊരു സാധനമാണ്. പക്ഷേ അതിൻ്റെ ഒരു നാക്ക് കിട്ടിയാൽ നമുക്ക് അതിജീവിക്കാനും പറ്റും. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പലപ്പോഴും എന്താ വെച്ചാൽ ഒരു ലെവൽ വിട്ട് നമ്മൾ വിചാരിക്കുക അതൊക്കെ സിമ്പിൾ സാധനം പറഞ്ഞിട്ട് വിടും. അപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ബാധിക്കുന്നുണ്ടാവും. അതായത് നമ്മൾ ചെയ്തിരിക്കേണ്ട കുറേ കാര്യങ്ങൾ പലപ്പോഴും എന്താ വെച്ചാൽ നമ്മൾ ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ അത്ര സീരിയസ്നെസ് ഇല്ലാത്ത പോലെ നമ്മൾ അതിനോട് കാണിക്കുന്നുണ്ടാവും. പക്ഷേ ഒരു പ്രത്യേക സമയത്ത് എല്ലാം കൂടി നമ്മൾ ബാധിക്കും. അപ്പോൾ നമ്മൾ അയ്യോ ഇതെന്തുകൊണ്ട് അങ്ങനെ വരുന്നത്, ഇത് അങ്ങനെ പോവോ, ഇങ്ങനെ ചെയ്ത് അങ്ങനെ പോവോ, അയ്യോ എൻ്റെ തെറ്റുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്തത്, ഞാനൊന്നും അത് ചെയ്തില്ലേ, ഞാൻ ചെയ്തത് ഇങ്ങനെ അടിപൊളിയാവുമായിരുന്നല്ലോ, മറ്റവരെന്താ എന്നോട് ഇങ്ങനെ ചെയ്യണത്, മറ്റാൾ ഇങ്ങനെയാവോ വിചാരിക്കുന്നുണ്ടായിരിക്കാം, അങ്ങനെ കുറേ വിഷയങ്ങളും ഇരിക്കും. ഓക്കെ. ചില ആളുകൾക്ക് ഓവർ തിങ്കിങ് ഭീകരമായ രീതിയിൽ സ്വാധീനിക്കണം, ചില ആളുകൾ അത്രയൊന്നും ഓവർ തിങ്കിങ് ഉണ്ടാവില്ല. പക്ഷേ ഒരു ഏതെങ്കിലും സ്റ്റേജിൽ എല്ലാവരും കാര്യമായി ഓവർ തിങ്ക് ചെയ്യും. അത് നമ്മളെ സ്ട്രെസ്സ് ഇങ്ങനെ കുറേ എന്താ പറയുന്നത്, സ്ട്രെസ്സിൻ്റെ ലെവൽ കൂട്ടും. അത് നമ്മളെ മൊത്തത്തിൽ നമ്മളെ ഹെൽത്തിനെയൊക്കെ ബാധിക്കും, ഉറക്കത്തെ ബാധിക്കും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കണം കേട്ടോ. ഇതിനെ 4 രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ നോക്കി കാണുന്നത് കേട്ടോ. ഒന്ന്, മൈൻഡ്ഫുള്ളായ ടെക്നിക്സ്. മൈൻഡ്ഫുൾ ടെക്നിക്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ബ്രീത്തിങ് എക്സസൈസുകൾ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇല്ലേ. വേറൊരു സംഗതി പറയുന്നത് കോഗ്നിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമുക്ക് എങ്ങനെ ഇൻ്റലിജൻസ് വെച്ചിട്ട് ഓവർ തിങ്കിങ്ങിനെ പഠിക്കാൻ സാധിക്കും, എങ്ങനെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും, അങ്ങനെ സാധനം. മൂന്നാമത്തെ ഒരു സാധനം വരുന്നത് ഇമോഷണൽ ആയിട്ടുള്ള ഒരു കൺട്രോളാണ്. ഇത് എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അതായത് വൈകാരികമായ രീതിയിലുള്ള ഇതിൻ്റെ ഒരു കാര്യങ്ങളെ നമുക്ക് നോക്കിക്കാണുക എന്നുള്ളവരാണ്. പിന്നെ വേറൊരു സാധനം പറയുന്നത് എന്താ വെച്ചാൽ, നമുക്കെങ്ങനെ ഇതിന് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫിസിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇതിൽ നോക്കുന്നത്. പിന്നെ അതല്ലാണ്ട് വേറെയും കുറച്ച് ട്രിക്കുകൾ, ടിപ്സ്, സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കുറച്ചുകൂടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, നോക്കല്ലേ. അതിൽ ആദ്യത്തത് മൈൻഡ്ഫുള്ളായ ടെക്നിക്സ് എന്ന് പറയുന്നത്. മൈൻഡ്ഫുൾ ടെക്നിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മെഡിറ്റേഷൻ, അങ്ങനെയുള്ള ബ്രീത്തിങ് എക്സസൈസ് ഒക്കെയാണ്. ഈ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വിചാരിക്കണ്ടോ ഡെയിലി 1-1.5 മണിക്കൂർ ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുക, അത് ചെയ്യുക, അങ്ങനെയൊന്നും വിചാരിക്കണ്ടോ. അതൊന്നുമല്ല. ഇത് ഇവിടെ പറയുന്നത് നമ്മുടെ മൈൻഡിനെ കാം ചെയ്യാവുന്ന രീതിയിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ടായിരിക്കും. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഇതിന് വേണ്ടിയിട്ട്, പൊതുവെ സ്ട്രെസ് കുറയ്ക്കാനൊക്കെ വേണ്ടി. അത് മാത്രമല്ല, മെഡിറ്റേഷൻ കൊണ്ട് വേറെയും കുറേ കാര്യങ്ങളുണ്ടല്ലോ. ബേസിക്കലി നമ്മൾ മൈൻഡ് കാം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാധനം ചെയ്യാന്നുള്ളത് എന്ന് വെച്ചാൽ, ഇപ്പോൾ എന്തൊക്കെ ചെയ്യാം, ഡീപ്പ് ബ്രീത്തിങ് ഒക്കെ ചെയ്യാം. ഡീപ്പ് ബ്രീത്തിങ് എന്ന് വെച്ചാൽ നമുക്ക് നല്ല ഓവർ തിങ്കിങ് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കുറച്ചുകൂടെ മാറി നിന്ന്, ഞാൻ പലപ്പോഴും ചെയ്യുന്നതാണ്. എന്നിട്ട് ഇങ്ങനെ നിന്നുകൊണ്ട് ഇങ്ങനെ കുറച്ച് ശ്വാസം എടുക്കുക. ഇത് ബേസിക്കായ സാധനം കേട്ടോ ഞാൻ പറയണത്. ബേസിക്കായ സാധനം പറയണത് അത്ര സമയമൊന്നും വേണ്ടാത്തൊരു സാധനമാണ്. ഇങ്ങനെ നല്ല ശ്വാസം എടുക്കുക, എന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എടുക്കാൻ ഉപയോഗിച്ച ടൈമില്ലേ, അതിനേക്കാൾ കൂടുതൽ ടൈം ഉപയോഗിച്ചിട്ട് വളരെ സ്ലോ ആയിട്ട് പുറത്തേക്ക് വിടുക. ഇത് ആസ്മുള്ള ആളുകളൊന്നും ചെയ്യരുത് കേട്ടോ, ഭയങ്കര പ്രശ്നമാണിത്. പിന്നെ വേറൊരു സംഗതി, അങ്ങനെ മാത്രമല്ല, ഇതിങ്ങനെ അടച്ച് വയ്ക്കുക, എന്നിട്ട് പുറത്തു കൂടെ ഇന്ന് വലിക്കുക. ഇതിങ്ങനെ ശരിക്കും ഇതിങ്ങനെ നിറഞ്ഞു വരണമായിട്ടൊരു ഫീൽ നമുക്ക് ഉണ്ടായിരിക്കും, ഫില്ലായി വരണത്. എന്നിട്ട് അതേപോലെ എന്ത് ചെയ്യുക, ഇങ്ങനെ വെച്ചിട്ട് മുകളിൽ വെക്കൂലേ, ഹോൾഡ് ചെയ്ത് വെക്കുക കുറച്ച് നേരം. എന്നിട്ട് ഈ സാധനം ഇപ്പുറത്തേക്ക് വെക്കുക. എന്നിട്ട് ഇതുക്കൂടെ ടൈം എടുത്തിട്ട് പുറത്തേക്ക് വിടുക. എന്നിട്ട് കുറച്ച് ഇത് കഴിഞ്ഞിട്ട് അതുകൂടെ തന്നെ വലിക്കുക, എന്നിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുക, അങ്ങനെ വിടുക. അങ്ങനെയൊക്കെ ചെയ്യും. ഓക്കെ. പിന്നെ വേറെ ചിലർക്ക് ഭയങ്കരമായിട്ട് മൈഗ്രെയിൻ ഉണ്ടാവും, ഓവർ തിങ്കിങ്, സ്ട്രെസ്സൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഒന്ന് ഫോക്കസ് ചെയ്യുക മൈൻഡ്. എന്നിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് ഗുണം ചെയ്യും.
ചിലവർക്ക് വയറുവേര് ഇങ്ങനെ കുറേ സാധനം ഉണ്ടാവും. അത് സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ് എന്നൊക്കെ നമ്മൾ പറയില്ല. മനസ്സും നമ്മുടെ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ തമ്മിൽ ഒരുപാട്, നമ്മുടെ ശരീരമൊക്കെ തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. മനസ്സും ചുറ്റും നടക്കുന്ന കാര്യങ്ങളും മനസ്സും ശരീരമൊക്കെ തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. അപ്പോൾ അത് വേറൊരു വിഷയമാണ്, അത് അവിടെ നിൽക്കട്ടെ കേട്ടോ. അടുത്ത് വേറൊരു സാധനം ഉണ്ട് കേട്ടോ, ഗ്രൗണ്ടിങ് ടെക്നിക്സ് എന്ന് പറയും. അത് ഗ്രൗണ്ടിങ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ സംഭവത്രേ ഉള്ളൂ. നമ്മുടെ സെൻസുകളില്ലേ എന്ന് വെച്ചാൽ നമ്മുടെ ടച്ച്, കണ്ണ്, കാഴ്ച ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കുറേ സാധനമില്ല, ഇതൊക്കെ ഉപയോഗിച്ചിട്ട്, ടേസ്റ്റ്, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ നിൽക്കുക പറഞ്ഞാൽ ഒരു നിലത്തിങ്ങനെ നിൽക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്, പറന്ന് നടക്കാണ്ടിരിക്കുക കിളി പറയിട്ട്. ഉദാഹരണത്തിന് നല്ല ഓവർ തിങ്കിങ് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക വെച്ചാൽ എന്തെങ്കിലും ഒരു സാധനത്തിൽ ടച്ച് ചെയ്യുക. ഇപ്പോൾ വിരലിൻ്റെ ഇവിടെ ടച്ച് ചെയ്യുക, ഇവിടെ വളരെ സോഫ്റ്റായിട്ട് ടച്ച് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ബോഡി പാർട്സിൽ അങ്ങനെ ടച്ച് ചെയ്യുക, വളരെ സോഫ്റ്റായിട്ട് ടച്ച് ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം എടുക്കുക, ഇപ്പോൾ ഒരു ആപ്പിളോ ഓറഞ്ചോ, അല്ലെങ്കിൽ നമ്മൾ ആ സ്മൈലി പോലുള്ളൊരു സാധനമല്ലേ, മഞ്ഞ കളർ ബോളൊക്കെ എടുത്ത് പതുക്കെ ഞെക്കി വെക്കുക. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കൂളാവും. വേറെയും പല രീതിയിൽ ചെയ്യുക. നമ്മൾ ടേസ്റ്റുള്ള ഭക്ഷണം മോഞ്ഞു വിഴുങ്ങല്ല, നമ്മളിങ്ങനെ സമയം എടുത്തിട്ട് അത് ഭക്ഷിക്കുക. അപ്പോൾ ടേസ്റ്റ് ബഡ്സിന് ഇതിലൊക്കെ ഒരുപാട് ഗുണം ചെയ്യും അല്ലേ, ഒരുപാട് അടിപൊളിയായിട്ട് അങ്ങനെ ചെയ്യാം. നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് മ്യൂസിക് കേൾക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ നല്ല മഴ, ഷവറിൻ്റെ വീട്ടിൽ കുറേ നേരം നിൽക്കുക, കുറേ നേരം പറഞ്ഞാൽ 1.5 മണിക്കൂർ നല്ല ഉദ്ദേശിച്ച് ആസ്വദിച്ച് കുളിക്കുക. അതേപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, നല്ല രസമുള്ള പെർഫ്യൂമാണോ എന്തെങ്കിലുമൊക്കെ വെക്കുക. അപ്പോൾ ചിലർ പുസ്തകങ്ങൾ ഭയങ്കര ഇഷ്ടമാവും, എന്താ വെച്ചാൽ പുസ്തകമൊക്കെ തുറന്ന് വെച്ച് ഇനി ഇത് വല്ലാണ്ട് സൈക്കോത്തരായിട്ട് അതല്ല കേട്ടോ ഇവിടെ ഉദ്ദേശിച്ച്, അതല്ല സാധനം. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഓവർ തിങ്കിങ് എന്നൊക്കെ മാറി വരും, നിലത്ത് നിൽക്കുമ്പോൾ ഗ്രൗണ്ടഡ് ആവും. വേറെ സാധനം ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ കോഗ്നിറ്റീവ് ടെക്നിക്സ് ആണ് അടുത്ത്. കോഗ്നിറ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് ഇതിനെങ്ങനെ ബാലൻസ് ചെയ്യാം. നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവുമല്ലോ, നെഗറ്റീവ് തോട്ട്സാണ് പലപ്പോഴും നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നത്. നമ്മളെ കൊണ്ട് സാധിക്കുമോ, എന്തുകൊണ്ട് സംഭവിച്ചു, നമ്മുടെ ജീവിതം കട്ടപ്പുകയാവൂ എന്നൊക്കെയുള്ള കുറേ ചിന്തകളുണ്ടാവും. അതിനെ ചലഞ്ച് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകൾ അതിൽ നമ്മളതിൻ്റെ അടിമപ്പെട്ടു പോകുന്നതിന് പകരം നമ്മളതിനെ ചലഞ്ച് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മളായിരിക്കും ഇവിടെ ഒരു കാശിലായിരിക്കുക, ഞാൻ പലപ്പോഴും ചെയ്യുന്നത് തന്നെ, നമ്മുടെ ഈ കാശില്ലാത്തൊരവസ്ഥയ്ക്ക് വരുമ്പോൾ അപ്പോൾ എന്താ വെച്ചാൽ അയ്യോ അന്നത്തെ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പോൾ ഇന്ന് തന്നെ ഉണ്ട്, കാശില്ലാണ്ട് ഒരു കുറി ചിട്ടി അടക്കാൻ വേണ്ടി കയ്യിൽ കാശില്ലാണ്ട് പ്രാന്തായിട്ടിരിക്കുന്ന സമയത്ത് ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. കജ്ജിൽ അഞ്ചിട്ട് പൈസ ഇല്ലല്ലോ, കാര്യം പറയാൻ അല്ല, അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണതല്ല കേട്ടോ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പറഞ്ഞു വരണത് ടെൻഷൻ അടിച്ചിട്ട് അത് ഈ സാധനം തന്നെ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇതൊക്കെ ജൂൺ നരകമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിൽ പൈസ ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കുക കേട്ടോ. കുറേ ഗിവ് അവേയിലും സാധനങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. മെമ്പർഷിപ്പ് ഒരു രസമല്ലേ, മെമ്പർഷിപ്പ് ബാക്കി ലൈവും അത് കമൻറ്റും സംഗതികളൊക്കെ ആയിട്ട് സൂപ്പർ ഒക്കെ സംഗതികളൊക്കെ ആയിട്ട് കുറേ അടിപൊളിയായിട്ട് ചെയ്യും. ആ ചാനലിൽ സബ്സ്ക്രൈബറിന് ഇപ്പുറത്ത് ജോയിൻ പറഞ്ഞിട്ട് സാധനമല്ലേ, അതിലൊക്കെ ഞെക്കട്ടോ, രസമല്ലേ. ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കട്ടോ. എന്നിട്ട് യൂട്യൂബ് ഫാമിലിയുടെ ഭാഗമാവുക. സ്വത്തുപടീസ് എന്താ ഞാൻ പറഞ്ഞു വന്നത്, ചലഞ്ച് ചെയ്യാൻ. അപ്പോൾ അതായത് അയ്യോ ഇന്നത്തെ കാര്യങ്ങൾ ഇത് പെട്ടുപോയിട്ട് ഇങ്ങനെ ഈ നരകം തന്നെ അല്ലല്ലോ നമ്മളെന്ന് പോകേണ്ടത്. അപ്പോൾ ആലോചിക്കും നമ്മൾ 2 മാസം കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ റിച്ച് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നോക്കി ഇന്ന് ഈ പ്രശ്നത്തിൽ അടിമപ്പെട്ട് പോകാണ്ട് അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ഈ നെഗറ്റീവ് ഇമോഷൻസാണ് അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സാണ് വരുന്നില്ലേ എന്ന് മനസ്സിലാക്കുക. അതായത് നമ്മുടെ ചിന്തകൾ, ഈ ചിന്തകൾ നമ്മളെ എടുത്ത് കാർന്ന് ഇന്ന് കളയുന്നതിന് മുമ്പ് നമ്മളെന്ത് ചെയ്യാം, ഇത് നെഗറ്റീവ് തോട്ട്സാണ്, ഇത് നമ്മളെ ബാധിക്കുകയാണ് എന്ന് വേറൊരു ലെവലിൽ നിന്നുകൊണ്ട് ഇതിനെ കാണുക, ഒബ്ജക്റ്റീവായിട്ട് കാണുക. അത് ഇതുപോലെ അറിയോ, അപ്പോൾ എൻ്റെ പേര് രമേഷ്, എനിക്ക് നെഗറ്റീവ് തോട്ട്സ്, അപ്പോൾ ഞാൻ അങ്ങനെ പുറത്തുനിന്ന് ചിന്തിക്കുകയാണ് വേറൊരു രീതിയിൽ. അതായത് ഇത് രമേഷ്, ഇവൻ്റെ നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെയാണ് വരുന്നത്, അപ്പോൾ രമേഷ് ഇങ്ങനെയാണ് റിയാക്ട് ചെയ്യണത്, ഇവ ഇങ്ങനെ ചിന്തിക്കണത്, ഇതാണ് സംഗതി, ഇതിൻ്റെ കാരണം ഇതാണ്, ഇങ്ങനെ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ ഇതിനെ ഈ നെഗറ്റീവ് തോട്ട്സിനെ മാറ്റാൻ സാധിക്കും, അങ്ങനെയൊക്കെ ആലോചിക്കുക. ഓക്കെ, പിന്നെ റീഫ്രെയിം പെർസ്പെക്റ്റീവ്സ്, ലുക്ക് അറ്റ് സിറ്റുവേഷൻസ് ഫ്രോം ഡിഫറെൻറ്റ് ആംഗിൾസ്, പല ആംഗിളിൽ നിന്നും ഒരു കാര്യത്തിൽ കാണും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൊതുവെ സാമ്പത്തികമായിട്ടും റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളിലൊക്കെയാണ് ആളുകൾക്ക് പൊതുവെ ഓവർ തിങ്കിങ് വരുന്നത് തോന്നണം. പിന്നെ അതുപോലെ ജോലി സ്ഥലത്ത് ഉണ്ടാകുന്ന കുറേ പ്രഷർ, പാരകൾ, ഇതൊക്കെ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും അല്ലേ, പലതരത്തിലുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് നമ്മളൊരു കാര്യത്തെ ഒരു പ്രത്യേക കോണിലൂടെ മാത്രം കാണാണ്ട് എന്ത് ചെയ്യുക, പല ആംഗിളുകളിൽ നിന്ന് നോക്കി കാണാൻ ശ്രമിക്കാം. അപ്പോൾ അടിപൊളിയായിരിക്കും. അപ്പം നമുക്ക് ഇതിനൊരു സൊല്യൂഷനും കണ്ടെത്താൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ വല്ലാണ്ട് സ്ട്രെസ് അടിച്ച് ഓവർ തിങ്ക് ചെയ്ത് പോകുന്നതിന് പകരം ഒന്ന് നിൽക്ക് ഓവർ തിങ്കിങ് എവിടെ നിൽക്ക്, ഞാൻ വേറൊരു രീതിയിൽ തന്നെ കണ്ടു നോക്കട്ടെ എന്നുള്ള രീതിയിൽ നോക്കിക്കാണ്. അപ്പോൾ അടിപൊളിയായിരിക്കും. പിന്നെ വേറെ സാധനം ഫോക്കസ് ഓൺ ദ പ്രസൻറ്റ്, ഇപ്പം നടക്കുന്ന കാര്യമില്ലേ, കോൺസെൻട്രേറ്റ് ഓൺ കറൻറ്റ് മൊമെൻറ്റ്, ഇപ്പം നടക്കണം ഇതിൽ ഫോക്കസ് ചെയ്യാം. നമ്മൾ കുറേ 10 കൊല്ലം കഴിഞ്ഞാൽ എന്തായിരിക്കും, അയ്യോ ഇങ്ങനെ പോയി എൻ്റെ ജീവിതം കട്ടപ്പോയാലോ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നതിന് പകരം ഇപ്പം എന്താണ് വിഷയം അതിനെക്കുറിച്ച് ആലോചിക്കാം. ചിലവരിങ്ങനെയാണ് ഓവറായിട്ട് ഇങ്ങനെ ആലോചിക്കും,
ഇതിങ്ങനെ സംഭവിച്ചാൽ മറ്റേതിന് സംഭവിക്കും, മറ്റേതിന് സംഭവിച്ചാൽ അതിന് ബാധിക്കും, ഇതിന് ബാധിച്ചാൽ അതിന് ബാധിക്കും, കട്ടപ്പൊക്കെ ജീവിതം. അങ്ങനെ ആലോചിക്കാതെ ഇരിക്കുക പലപ്പോഴും. എന്നിട്ട് എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് എങ്ങനെ ചെയ്യാമോ അതിനെക്കുറിച്ച് ആലോചിക്കുക. ഓക്കെ, വല്ലാണ്ട് ആലോചിച്ച് ഭ്രാന്താവുക എന്നല്ല കേട്ടോ. ആ ഓവർ തിങ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ കാര്യങ്ങളിൽ ഓവർ തിങ്ക് ചെയ്യുന്നത്. അങ്ങനെ വിചാരിക്കരുത്. ഇപ്പോഴത്തെ കാര്യം വൃത്തിയായിട്ട് ചെയ്യുക, അതിൻ്റെ റിസൾട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കും അല്ലേ. വെറുതെ ഈ ഭാവി എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളിലാവില്ല. നമ്മൾ വല്ലാണ്ട് ടെൻഷൻ അടിച്ച് സ്ട്രെസ് അടിച്ച് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു 5 കൊല്ലം ഞാൻ ജീവനോടുണ്ട് എന്ത് ഉറപ്പുള്ള അപ്പോൾ ഉള്ള ടൈം അടിപൊളിയായിട്ട് ജീവിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇമോഷണലായിട്ടുള്ള റെഗുലേഷൻ ഇങ്ങനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള സാധനമാണ്. അതായത് നമ്മുടെ വൈകാരികമായിട്ടുള്ള ട്രിഗേഴ്സ് എന്തൊക്കെ മനസ്സിലാക്കി. എന്താ ട്രിഗേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റീസൺസ് പറയില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളോട് ഒരാൾ നുണ പറയുക വിചാരിക്കുക. നുണ പറയണത് നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും വിചാരിക്കാം. അല്ലെങ്കിൽ അയാളെന്തെങ്ങനെ അയാളുടെ കൂടെ ഇങ്ങനെ ജീവിക്കാൻ പറ്റും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് ഭയങ്കര പ്രഷർ അടിച്ചിട്ടുള്ള ഒരു ലെവലിലാണ് വിചാരിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക അയാൾ നുണയെന്ന് പറയണമെങ്കിൽ അയാൾ നുണ പറയണതാണ് അപ്പോൾ എൻ്റെ പ്രശ്നം. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, അയാൾ നുണ പറയുകയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓവർ തിങ്ക് ചെയ്യണത്. അപ്പോൾ എന്താ വെച്ചാൽ ഈ സാധനം നമ്മുടെ ഓവർ തിങ്കിങ്ങിലേക്ക് ഇത് പോകരുത്. അയാൾ നുണ പറയാണ്, ശരി ഇപ്പോൾ ആളെങ്ങനെയാണ് അല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതാണ് ഇപ്പോൾ കാരണം എന്ന് മനസ്സിലാക്കുക. വെറുതെ എന്തിനും നമ്മുടെ മെൻ്റൽ ഹെൽത്ത് കളയണത്. പിന്നെ വേറെ സാധനം, ഇമോഷൻസിനെ അക്നോളേജ് ചെയ്യാം. നമ്മുടെ ഇമോഷൻസിന് ഫീലിങ്സിന് പലപ്പോഴും നമ്മൾ അക്നോളേജ് ചെയ്യില്ല. ഇപ്പോൾ ചില ആളുകളൊക്കെ ഉണ്ട് സങ്കടം വരുന്ന സമയത്ത് സങ്കടത്തിലാണെന്ന് അംഗീകരിക്കില്ല, ദേഷ്യം വരുമ്പോൾ ദേഷ്യത്തിലാണ് നമ്മൾ അംഗീകരിക്കുക. അത് അംഗീകരിക്കുക. എന്തിനാ നമ്മളത് എഴുതി വെക്കുന്നത്? നമ്മളോട് ആത്മാർത്ഥത പുലർത്തുക. നമ്മുടെ ഇമോഷൻസ് ഫീലിങ്സ് ഇതാണ്, അതാണ് അംഗീകരിക്കുക. ഓക്കെ, ഒരു സമയത്ത് വരുന്നതേ. പിന്നെ വേറെ സാധനം, സെൽഫ് കമ്പാഷൻ പ്രാക്ടീസ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മളെ തന്നെ ഒരു സഹതാപമല്ല എമ്പതിയോടുകൂടി നോക്കിക്കാണുക, സഹാനുഭൂതി വയ്ക്കുക. എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ പേര് രമേശ് അല്ലേ, ഞാൻ രമേശ് മുത്തുമണി രമേശ്, ഐ ലവ് യു രമേശ്, ഇത് അത്ര ബോറനൊന്നുമല്ല കേട്ടോ, ഇത് അടിപൊളിയാണ്, വല്ലാണ്ട് അടിപൊളിയാണ് ചിന്തിക്കേണ്ട. അത് വേറൊരു രീതിയിലേക്ക് പോകുന്നത് ഇങ്ങനെ ആലോചിക്കും. കുഴപ്പമില്ല കേട്ടോ, ഒക്കെ ശരിയാവും കേട്ടോ. ഇപ്പം ഇങ്ങനെ ഒരു പ്രശ്നത്തിലൂടെ പോയോണ്ടിരിക്കും, അപ്പോൾ ശരിയാവും കേട്ടോ, അടിപൊളിയാവും കേട്ടോ, ഇത് ചെയ്തു നോക്കി കേട്ടോ, ഓൾ ദി ബെസ്റ്റ്, കൺഗ്രാറ്റ്സ് എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയുക. ഭയങ്കര കൈൻഡായിട്ട് ദയോട് കൂടിയിട്ട് നമ്മളോട് തന്നെ പെരുമാറുക, അതൊരു കാര്യം. ഇത് കണ്ണാട മുന്നേ പോയിട്ടൊക്കെ നമുക്ക് പലപ്പോഴും ഇങ്ങനെ ചെയ്യാവുന്നതല്ലോ. നമ്മളെ നോക്കിയിട്ട് പറയും, എന്താ എൻ്റെ കണ്ണിൻ്റെ കൂടെ കറുത്ത പാട്, അല്ലെങ്കിൽ സ്കിന്നൊന്നും ഈ ശ്രദ്ധിക്കണില്ലല്ലോ, എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടല്ലോ, മോനെ സ്വത്തുമണി എനിക്ക് കെയർ ചെയ്യണം കേട്ടോ എന്നൊക്കെ പറയും. നമ്മൾ വേറൊരാളോടൊക്കെ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ പാർട്ട്ണറോടോ അല്ലെങ്കിൽ വേറൊരാളോടൊക്കെ അങ്ങനെ പറയില്ല, അതുപോലെ നമ്മളോട് എങ്ങനെയൊക്കെ പറയുക. ഓക്കെ, വേറെ സാധനം ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള അപ്രോച്ചുകളാണ്. ഇങ്ങനെ നമ്മുടെ പ്രാക്ടിക്കലായ കുറച്ച് കാര്യങ്ങളുണ്ട്. ബൗണ്ടറീസ് വെക്കാം. എന്നിട്ട് നമ്മുടെ ഓവർ തിങ്കിങ് ഉണ്ട്. പലപ്പോഴും നമ്മൾ എത്ര കൺട്രോൾ ചെയ്താലും ഓവർ തിങ്കിങ് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ചില സമയത്ത് ടെൻഷൻ അടിച്ച് വേറെ ലെവലിൽ. അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മുടെ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം ഒരു 10 മിനിറ്റ് ടെൻഷൻ അടിച്ചോളി. അതോടെ ഹാർട്ട് അറ്റാക്ക് ഒന്ന് തട്ടിപ്പോയത് കേട്ടോ. പറഞ്ഞാൽ കുറച്ച് നേരമൊക്കെ ഒന്ന് ടെൻഷൻ അടിക്കുക, ഒരു ടൈം വെക്കുക, വല്ലാണ്ട് ഓവറായിട്ട് ആലോചിച്ച് കൂട്ടരുത്. ഒരു ദിവസം ചിലപ്പോൾ നമ്മൾ ഒരു അരമണിക്കൂർ ടെൻഷൻ അടിക്കേണ്ട, ആ ദിവസം മൊത്തം ടെൻഷൻ അടിക്കരുത്, അതാണ് കാര്യം. വേറെ സാധനം, എന്തെങ്കിലും ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ്ഡ് ആവുക. എന്ന് വെച്ചാൽ നമുക്ക് ഹോബികളുണ്ടാവില്ലേ. ഇപ്പോൾ എൻ്റെ ഹോബി എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ ഹോബികളുണ്ട്. വീഡിയോ എടുക്കുന്നത്, ഒരു വിഷയത്തോട് സംസാരിക്കാൻ ഇഷ്ടമാണ്. ഇതൊക്കെ ഞാൻ വെല്ലുവിളികളായിട്ട് തന്നെയായിട്ട് എടുക്കണത്. സ്പീക്കിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ കുറേ കാര്യങ്ങൾ ഇഷ്ടമാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഇപ്പോൾ എന്തെങ്കിലും ക്രാഫ്റ്റ്, ആർട്ട് സാധനങ്ങൾ ഉണ്ടാക്കാനോ, എഴുതാനോ, പുസ്തകം വായിക്കാനോ, എന്തിനെങ്കിലുമൊക്കെ ടൈം കണ്ടെത്തുക. അതായത് ഒരേ സമയം ഓവർ തിങ്ക് ചെയ്തിട്ട് വെറുതെ എന്തിനാണ് ഹെൽത്ത് നശിപ്പിക്കണത്. എനിക്കൊക്കെ പലപ്പോഴും ഒരു പേടി ഉണ്ടായിരുന്നു, ഈച്ചർ വല്ല ക്യാൻസർ ഹാർട്ട് അറ്റാക്കും വന്നിട്ട് മരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട്. ചിലർ പൊതുവേ ടെൻഷൻ അടിക്കണവരായിരിക്കും, ഭയങ്കര പെട്ടെന്ന് നെർവസ് ആവുന്ന ആളുകളായിരിക്കും, അവർക്കിത് വലിയ വിഷയമായിരിക്കും. അപ്പോൾ ഇവർ എന്തായാലും ഇതൊക്കെ ചെയ്തിരിക്കണം എന്ന് തോന്നുന്നു. അപ്പം ഈ സമയം ടെൻഷൻ അടിക്കാണ്ടിരിക്കുക കേട്ടോ. അതുപോലെ സപ്പോർട്ട് നേടുക. ഇതാണ് പലരുടെയും പ്രശ്നം. എനിക്കും ഈ വിഷയമുണ്ട്. ഞാൻ പലപ്പോഴും ആളുകളോട് ഹെൽപ്പും ചോദിക്കില്ല. അതായത് ഹെൽപ്പ് ചോദിക്കില്ല പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയായിരുന്നത്. ഇപ്പോൾ ചോദിക്കുന്നുണ്ട് കേട്ടോ കുറേയൊക്കെ. പക്ഷെ എന്തായാലും പ്രശ്നമാണ്. ഫ്രണ്ട്സിനോട്, ഫാമിലിയോട്, തെറാപ്പിസ്റ്റിനോടൊക്കെ സംസാരിക്കാം. ഞാൻ ഇതുവരെ തെറാപ്പി അങ്ങനെയൊന്നും കൊടുത്തില്ല കേട്ടോ. എടുക്കണം ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. ചില സമയത്തൊക്കെ എനിക്കിങ്ങനെ തോന്നും തെറാപ്പി എടുക്കുന്നത് പ്രാന്തുള്ളവരൊന്നല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ടായിട്ടൊരു സൈക്കോളജിസ്റ്റിനെ അടിപൊളിയില്ല. എനിക്കൊരു സുഹൃത്ത് ഉണ്ടായിരുന്നു അല്ല എപ്പോഴും ഉണ്ട്. പക്ഷേ ആളെവിടെ പോയി എന്നറിയില്ല. ഞാൻ കമ്മ്യൂണിക്കേഷൻ വേണ്ട രീതിയിലാവാണ്ടിരുന്നപ്പോഴുള്ള പ്രശ്നമായിരിക്കണം. എൻ്റെ കൂടി തെറ്റായിട്ട് ഞാൻ എടുക്കണത്. ഇതാ വരുന്നൊരു കോള്. അല്ല ഗൈസ്, അപ്പോൾ ബാക്കിയുള്ള ഒരു സാധനം അതിൻ്റെ പെട്ടെന്ന് ഇറക്കി ആണ് കട്ടായിപ്പോയി. ഓക്കെ, കോള് കട്ടായിപ്പോയി. അടുത്ത് വേറെ കുറച്ച് സംഭവം എന്താ വെച്ചാൽ അതിനെ സുഹൃത്തുക്കളോട് ഹെൽപ്പൊക്കെ ചോദിക്കുക. ഹെൽപ്പ് ചോദിക്കുക പറഞ്ഞാൽ ഓവർ തിങ്കിങ്ങാണ്, ഹെൽപ്പ് ചെയ്യണം, അങ്ങനെയല്ല, അങ്ങനെ ചോദിക്കണമെന്നില്ല. ഞാൻ അനുഭവിക്കുന്ന പ്രശ്നം എന്താ അറിയോ, ആളുകൾക്കൊരു ഇമോഷണൽ പ്രശ്നമൊക്കെ വരുമ്പോൾ അവരെന്നെ വിളിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ അവരുടെ സൊല്യൂഷൻ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും. അവർ ഹാപ്പിയായിട്ട് ഒരു പോക്ക് പോകും. പക്ഷേ അവരെന്നോട് പറയേണ്ട കാര്യങ്ങൾ എൻ്റെ മണ്ടേ കയറിയാണ് പൊട്ടും, എൻ്റെ സമാധാനം നഷ്ടപ്പെടും.
ഇങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഞാൻ തന്നെ നന്നായിട്ടില്ല, എന്നിട്ട് നാട്ടുകാരെ നന്നാക്കാൻ ഇറങ്ങുകയാണ്. ഇതാണ് പ്രശ്നം. പലരും എന്നോട് സംസാരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റുന്ന ആളാണ്, അതേപോലെ നല്ല സൈക്കോളജിസ്റ്റ് ആവാൻ പറ്റും. ഓലക്ക മനുഷ്യനിവിടെ എനിക്ക് ചില സമയത്ത് ഭയങ്കര പ്രശ്നമാണിത്. അങ്ങനെ പറയുന്നത് വളരെ ക്രൂരമായിരിക്കും, പക്ഷേ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് കളഞ്ഞിട്ട് ഒരു പരിപാടിക്ക് നിൽക്കരുത് കേട്ടോ. നമുക്കിങ്ങനെ പറയാം, പക്ഷേ ചില സാധനങ്ങൾ വല്ലാണ്ട് മണ്ടേ കയറ്റരുത്. ആൾക്കാരുടെ എല്ലാവരുടെയും സങ്കടം തീർക്കാൻ നമുക്ക് പറ്റൂല. നമ്മളെ തന്നെ വലിയ ദയയോടും സ്നേഹത്തോടുകൂടിയും കാണണം. അത് ഞാൻ അത് എപ്പോഴും മനസ്സിലാക്കാൻ അറിയോ, മറ്റുള്ളവരുടെ വൈകാരിക പ്രശ്നങ്ങളൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ അത് തീർത്തു കൊടുക്കാൻ നിന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ തീർത്തു കൊടുക്കാമെന്ന് റിസർച്ച് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, കുറേ ടൈം സ്പെൻഡ് ചെയ്യുകയൊക്കെ. പക്ഷേ നമ്മുടെ പ്രശ്നത്തിൽ വലിയ വിഷയങ്ങളാണ് വരുന്നുണ്ടാവും. അത് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ഇവരുണ്ട് അവിടെ ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ അത് ആരെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് കണ്ടിട്ടുണ്ടെങ്കിൽ കേട്ടുന്ന പ്രശ്നമായിരിക്കും. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നതല്ല, എൻ്റെ ഒരു വിഷമം പറയുന്നതാണ്. എനിക്കൊരു സ്ട്രെസ്സ് വരുന്ന സമയത്ത് കുഴപ്പമില്ലടാ ഒക്കെ ശരിയാടാ പറഞ്ഞിട്ട് ഇങ്ങടെ ഇടപെടുന്ന ആളുകൾ വളരെ കുറവാണ്. കുറച്ച് പേരുണ്ട് കേട്ടോ, 1-2 പേര്. ബാക്കിയുള്ളവരൊക്കെ എനിക്ക് പ്രത്യേകിച്ച് ഇമോഷൻസും ഫീലിങ്സും ഓവർ തിങ്കറായുള്ള ഒരു മനുഷ്യനും കൂടിയാണ് ഞാൻ. എനിക്കത് ഭയങ്കര വിഷയമാണത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്താ പറഞ്ഞത്, അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങടത്ത് ഇങ്ങനെ സംസാരിക്കണതൊക്കെ എൻ്റെ ഒറ്റപ്പെടൽ മാറ്റാൻ കൂടി വേണ്ടിയിട്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഓക്കെ, പിന്നെ അതൊരു ചലഞ്ചിങ് സാധനമാണ്, രസമല്ലേ ഇത്. അപ്പോൾ എന്തോടെ പറഞ്ഞത്, അടുത്തെന്താണ് ഞാൻ ഫ്രണ്ട്സിനോട് ഫാമിലിയുടെ പറയും. എനിക്കെൻ്റെ ഫാമിലിയുടെ പറയാൻ പറ്റില്ല, എന്താ വെച്ചാൽ അത് വേറെ കുറേ വിഷയങ്ങളുണ്ട്. അടുത്ത് വേറെ കുറച്ച് ടിപ്സുകൾ, കുറച്ച് ട്രിക്സുകൾ പറഞ്ഞു. പക്ഷെ എന്താണ് വേർപ്പ് വരുന്നത്, നല്ല ചൂടാട്ടോ ഇവിടെ. പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. അതായത് നമ്മളോട് തന്നെ പോസിറ്റീവായ കാര്യങ്ങളൊക്കെ, നമ്മുടെ ലൈഫിലുള്ള പോസിറ്റീവ് കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ടായിരിക്കും പലപ്പോഴും ടെൻഷൻ. അതായത് അയ്യോ നമുക്ക് അതില്ലല്ലോ, നമുക്ക് മറ്റേതില്ലല്ലോ, നമുക്ക് മറ്റാളെപ്പോലെ പൈസ ഇല്ലല്ലോ, മറ്റാളെപ്പോലെ സൗന്ദര്യം ഇല്ലല്ലോ, മറ്റാളെപ്പോലെ വീട്ടിൽ ബിരിയാണി അല്ലല്ലോ എന്നൊക്കെ. ഈ മറ്റാളെപ്പോലെ നമുക്ക് ഇല്ലാത്ത സാധനങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിന് പകരം ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ഗ്രേറ്റ്ഫുൾ ആവുക. എന്ന് വെച്ചാൽ ഹായ് എനിക്ക് ഇത്ര ഉണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്ക് പോസിറ്റീവായിട്ടുള്ള എനിക്കിപ്പോൾ ആലോചിക്കണേ. ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയട്ടെ, ഉള്ള കാര്യം ഓപ്പണായിട്ട് പറയട്ടെ. എൻ്റെ ഈ പല്ലിൻ്റെ ഇത് കൊണ്ട് ഒരുപാട് പേര് എന്നെ ബോഡി ഷെയിം ചെയ്യുന്നുണ്ട്. പല്ല് കെട്ടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പല്ല് കെട്ടിക്കണോ വേണ്ടതെന്ന് തന്നെ എനിക്ക് ഡൗട്ടാണ്. കാരണം ഞാൻ കുറച്ച് റെബല്യസാണ്. ഒരാളിത് ചെയ്യണം പറഞ്ഞ് ഞാൻ ചെയ്യൂല പലപ്പോഴും, അതാണ് പ്രശ്നം. അപ്പോൾ സ്നേഹത്തോടുകൂടി ഒരു പല്ല് കെട്ടിക്കണം എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ ആലോചിക്കും. പക്ഷേ എന്നോട് പൊതുവേ പറയുന്നത് അങ്ങനെ ഒരു രീതിയിലല്ലേ, എന്നെ ബോഡി ഷെയിം ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ അതെനിക്ക് ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ ചില സമയത്ത് ആലോചിക്കുന്നത് കെട്ടിച്ചാലെന്നൊക്കെ കാശുമില്ല. ഞാൻ വിചാരിക്കുന്ന സമയത്ത് കെട്ടിക്കണം വിചാരിക്കുന്ന സമയത്ത് കാശും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന സാധനം, അതായത് നമ്മുടെ ഇഷ്ടമാണത്. അപ്പോൾ ചില സമയത്തൊക്കെ വിഷമാവും. അതേപോലെ പല രീതിയിൽ നമ്മൾ കറുത്ത കളറാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പലപ്പോഴും ഞാൻ സെൽഫ് കെയർ ചെയ്യില്ല. മുമ്പൊക്കെ ക്രീമൊക്കെ തേച്ചൊക്കെ റെഡി ആയിരുന്നു. ഇപ്പോൾ വെയിലും ഒക്കെ കൊള്ളുന്നതുകൊണ്ട് ഇവിടെയൊക്കെ കളർ വ്യത്യാസമൊക്കെ പ്രശ്നങ്ങളുണ്ടായിരിക്കും. എൻ്റെ ഒറിജിനൽ കളറ് എന്താ കാണാത്തത്, വടം വലിച്ചുണ്ടായ സാധനം കേട്ടോ. കളർ വ്യത്യാസം ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ വെളുത്തിട്ടൊക്കെ ആയിരുന്നു. എൻ്റെയൊക്കെ മുമ്പത്തെ ഫോട്ടോ ഉണ്ടാക്കുന്ന ചിരിച്ച് ഞാവേ അല്ല നമ്മൾ അന്തം കൊടുക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബോഡി ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ ഈ കറുത്തിട്ടും ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും പലരും അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ അതിനെക്കുറിച്ച് സങ്കടപ്പെടാണ്ട് എന്നാലും നമുക്ക് ഇങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ കുറച്ചും കൂടി അങ്ങനെയല്ല, കുറച്ചുകൂടി വേറെ കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ നമുക്ക് കുറേ ബ്ലെസ്സിങ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ എനിക്ക് ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അത് വലിയൊരു ബ്ലെസ്സിങ് അല്ല. അത് എല്ലാവർക്കും പറ്റണമെന്നില്ല, എല്ലാവർക്കും ധൈര്യം ഉണ്ടാവണമെന്നില്ല, എല്ലാവർക്കും ടൈം ഉണ്ടാവണമെന്നില്ല, എല്ലാവരെയും എഫേർട്ട് ഇടണമെന്നില്ല, അല്ലേ? അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പ്ലസ് പോയിൻറ്റ്സ് അല്ലേ. വേറെ പല കാര്യങ്ങളും, ഒരുപാട് കഴിവുകളും അല്ലെങ്കിൽ നമുക്ക് പല മേഖലയിൽ കഴിവും താല്പര്യങ്ങളും കുറേ പ്ലസ് പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം. പിന്നെ വേറെ സാധനം, നമുക്ക് ഉള്ളതിനെ കുറിച്ചൊക്കെ ആലോചിക്കുക, ഇല്ലാത്തതിനെ കുറിച്ച് ടെൻഷൻ അടിക്കുന്നതിന് പകരം എപ്പോഴും ഇടയ്ക്ക് ടെൻഷൻ അടിക്കുന്നത് നല്ലതാണ്, അത് ഓവറാവരുത്. പിന്നെ ഗെറ്റ് ഇനഫ് സ്ലീപ്പ്, നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. നന്നായിട്ട് ഉറങ്ങാൻ 10 മണിക്കൂർ ഇരുന്ന് ഉറങ്ങാനല്ല, കടന്നുറങ്ങാനല്ല. എനിക്ക് ഈ ഉറക്കം കുറവട്ടോ, ഭയങ്കര പ്രശ്നമാണ്. എനിക്കൊരു 5 മണിക്കൂർ നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ എനിക്കതൊക്കെ ഒരു ലക്ഷറിയാണ്. ഞാൻ ആകെ 4.5 മണിക്കൂറൊക്കെ ഉറങ്ങും, ക്ഷീണിച്ചിട്ടേ. ഇപ്പോൾ രാവിലെ നേരം വിളിച്ചാൽ ക്ലാസ് എടുക്കാനും പോകണം. ഇതിൻ്റെയൊക്കെ പ്രശ്നമുണ്ട്. രാത്രി ഉറങ്ങുന്നത് 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെയാണ്. അതിൽ പൈസ ഇല്ലാണ്ട് ഇരിക്കുന്ന സമയത്ത് ഭയങ്കര പ്രഷറാണ്. ഒരു വീഡിയോ എടുക്കുമ്പോൾ ഒരു സമാധാനം കിട്ടില്ല. അത് പറഞ്ഞപ്പോഴേട്ടോ, ഞാൻ വീഡിയോ എടുക്കണതിലൊക്കെ ഞാൻ ഏറ്റവും തല്ലിപ്പൊളി വീഡിയോസ് ചെയ്ത് ഏറ്റവും ടെൻഷൻ അടിച്ച് ഏറ്റവും അൺഹെൽത്തി ആയിരിക്കുന്ന സമയത്ത് ഞാൻ ചെയ്ത കുറച്ച് വീഡിയോസ് കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുത്തിയുണ്ട്. ട്രിവാൻഡ്രത്താണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. സിവിൽ സർവീസ് പ്രിപ്പറേഷൻകാർ, സ്കിൽ ഡെവലപ്മെൻറ്റ് സ്കിൽ ട്രെയിനർ. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഞാനാണെങ്കിൽ അത്രയും പോയി കിടക്കേണ്ട സമയത്ത് ഇടയ്ക്കിടെ ലോങ് മെസ്സേജ് കമൻറ്റ് ഞാൻ വായിച്ചു. എനിക്ക് ഭയങ്കര ഉള്ളിൽ തട്ടിയ സാർ കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ
കണ്ടാലും കണ്ടില്ലെങ്കിലും എനിക്ക് പറയടോ വേർഡ് ചെയ്തൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. എനിക്ക് എന്തായാലും എന്നെ അത് ഒരുപാട് ബാധിച്ചു. താങ്ക് യു. അത്രയും എഫേർട്ട് എടുത്തിട്ടൊക്കെ എന്നോട് പെരുമാറുന്ന ആളുകളൊക്കെ ഇപ്പോൾ കുറവാണ്. മുമ്പുണ്ടായിരുന്നു, ഇപ്പോൾ കുറവാണ്. ഓരോരുത്തർ ഓരോ ഇതിൽ തിരക്കിലായിപ്പോയി. അപ്പോൾ അതിൻ്റെ ഒരു വിഷയം ആരോടും പരാതി കൊണ്ടുവരുന്നില്ല. അപ്പോൾ എനിക്ക് ഈ സ്റ്റേജിൽ എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ കിട്ടി, ഭയങ്കര സന്തോഷം. താങ്ക് യു. ഇത് കോളേജ് ടൈമിലോ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ ഒരു സമയത്തൊക്കെ അല്ലെങ്കിൽ നേരിട്ട് കാണാൻ പറ്റുന്ന അവസ്ഥയിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കും തോന്നണം. ഇപ്പോൾ എല്ലാവരും അവരുടേതായ രീതിയിൽ തിരക്ക്, ടെൻഷൻ, ഓരോ കാര്യങ്ങൾ അങ്ങനെ പോയി കിടക്കില്ല. അപ്പോൾ നമുക്കങ്ങനെ കണക്ഷൻസ് പോലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല പലപ്പോഴും. അതിൻ്റെയൊക്കെ ഒരു വിഷമമുണ്ട്. കാര്യമില്ല, എന്താ ചെയ്യുക അല്ലേ. അടുത്ത് എക്സസൈസ് റെഗുലർലി, എന്നും എന്തെങ്കിലുമൊക്കെ ഫിസിക്കലായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യാം. ഇതെൻ്റെ ലൈഫിനെ കാര്യമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ജിമ്മിൽ പോകണം എന്നല്ല പറഞ്ഞു വരുന്നത്, എല്ലാ ദിവസവും ജോഗിങ്ങിന് പോകാനും പറ്റണമെന്നില്ല. ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്യുക. ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പോവുക, അല്ലെങ്കിൽ ചുമ്മാ ഒരു 30 വട്ടം ഇങ്ങനെ ചാടുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. സിറ്റപ്പ് എടുക്കുക, ഒരു 10 സിറ്റപ്പ് ഡെയിലി എടുക്കുക. നമ്മൾ ഇങ്ങനെ അതുപോലെ എടുക്കുക. അതേപോലെ തലയൊക്കെ ഇങ്ങനെയൊക്കെ വെക്കുക, തിരിച്ചിങ്ങനെ വെക്കുക, കൈയൊക്കെ പൊക്കുക, ചാടുക, ഇങ്ങനെയൊക്കെ വെക്കൂലേ, ആ സാധനങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. പിന്നെ ഇതെന്താ വെച്ചാൽ ഇത് പലപ്പോഴും ടൈമൊക്കെ എടുത്തിട്ട് ആയിരിക്കും നമ്മുടെ സ്ട്രെസ്സിന് ഓവർ തിങ്കിങ്ങിനൊക്കെ നമ്മൾ കുറയ്ക്കേണ്ടായിരിക്കും. അപ്പോൾ ക്ഷമ കാണിക്കുക, പിന്നെ കൺസിസ്റ്റൻ്റ് ആവുക. അതായത് ഇന്ന് ചെയ്തു, ഇനി 10 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യുക ഈ കാര്യം, അങ്ങനെയല്ല. നമ്മളൊരു കൺസിസ്റ്റൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. ഇതുമല്ലാണ്ട് വേറെ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയെങ്കിലൊക്കെ ചെയ്താൽ ലൈഫ് അടിപൊളിയായിട്ട് തോന്നുന്നു. ഓവർ തിങ്കിങ്ങിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് നമുക്ക് നമ്മുടെ മാസ്റ്റർ ആവാൻ സാധിക്കും. അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ആവും നമ്മുടെ മാസ്റ്റർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ, ടാറ്റാ.